അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെയാണ് നിർത്തിയത്. ഒരു ഏകദേശം 50ഓളം ക്വസ്റ്റ്യൻസ് ചെയ്തു. അതിന് ബാക്കിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ ക്ലിയർ. സൈഡിൽ എഴുതിയ കാര്യങ്ങളൊക്കെ അതിനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. അത് നോക്കണ്ട. പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നോക്കുക. കുറച്ച് കഴിഞ്ഞ പാർട്ടിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി നമുക്ക് കേട്ട് പരിചയമുള്ള അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങളാണ്. കുറേ ടോപ്പിക്സ് ഉണ്ട്, പല ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട്, പല ഇയറിലുണ്ട്. അപ്പോൾ അതിനായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിൻ്റെ കട്ടിയും കാര്യങ്ങളൊക്കെ കൂടും, ക്വസ്റ്റ്യൻസിൻ്റെ ലെങ്ത്ത് അതിന് കാര്യങ്ങളൊക്കെ കൂടും. അപ്പോൾ അതിനനുസരിച്ച് നോക്കുക ഓരോ ഭാഗവും എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ടഫ് ആയിരിക്കാം, മുന്നേ ചെയ്ത് ഈസി ആയിരിക്കാം. അത് വിചാരിച്ചിട്ട് നോക്കണ്ട, നമുക്കെല്ലതും പഠിക്കണം എന്നുള്ളതാണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് IP അഡ്രസ് ക്ലാസ് ഈസ് മൾട്ടി കാസ്റ്റ് അഡ്രസ്. മൾട്ടി കാസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ക്ലാസ് ടി, റിസർവ് ഫോർ സ്പെഷ്യലി ഫോർ മൾട്ടി കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ച ക്ലാസ് ആണ് എന്ന് പറയുന്നത് ക്ലാസ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ലെയർ ഓഫ് ദ OSI മോഡൽ റെഫേഴ്സ് യൂസസ് ICMP ഇൻ്റർനെറ്റ് കൺട്രോൾ ആൻഡ് മെസ്സേജ് പ്രോട്ടോക്കോൾ. അപ്പോൾ OSI മോഡലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് കഴിഞ്ഞ ഇതിൽ. അപ്പോൾ നോക്കണം. അപ്പോൾ OSI റെഫറൻസ് മൊഡ്യൂൾ ICMPനെ കുറിച്ചാണ് ചോദിച്ചത്. ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോക്കോളാണ്. അപ്പോൾ ഈ ഫുൾ ഫോമുകളൊക്കെ നോക്കിക്കോണ്ട് കേട്ടോ. തുടർന്നൊക്കെ ഫുൾ ഫോമുകൾ ചോദിക്കാം. അതായത് ഇത് നെറ്റ്വർക്ക് ലെയർ ആണ്, ലെയർ 3 എന്ന് പറയും. ഓക്കെ, ഇഫ് എ പ്രോട്ടോക്കോൾ പ്രൈമറിലി യൂസ്ഡ് ഫോർ റൂട്ടിംഗ് ഓർ IP റിലേറ്റഡ് പിങ് കമാൻഡ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ആൾവേസ് നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോക്കോൾ. ഓക്കെ, ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പിങ്ങിനെ കുറിച്ച് തുടർന്നുള്ള ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ സൈഡിലൊന്ന് എഴുതിയെന്നുള്ളൂ. അപ്പോൾ ഞാനത് അവിടെ എത്തുമ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വാട്ട് ഡസ് DHCP എന്തിനാണ് പറയുന്നത്? ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോളാണ്. P വരുമ്പോൾ പ്രോട്ടോക്കോളാണെന്ന് മനസ്സിൽ വിചാരിച്ചത്. P വരുമ്പോൾ അധികം കമ്പ്യൂട്ടർ സയൻസിൽ അധികം പ്രോട്ടോക്കോളായിരിക്കും. കേസിൽ മാറാം. ഓക്കെ, അപ്പോൾ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോളാണ്. താഴെ പ്രോട്ടോക്കോളാണ് ഡിജിറ്റൽ ഹോസ്റ്റ്, അതല്ല. ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോളാണ് DHCP എന്ന് പറയുന്നത്. HTTP എന്താ, SMTP എന്താ, FTP എന്താ, TCP എന്താ, HTTPS എന്താ, ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നോക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദിസ് ഈസ് എ ട്രാൻസ്മിഷൻ മീഡിയം ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ലാൻഡ് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലൊക്കെ ഉപയോഗിക്കുന്ന ട്രാൻസിഷൻ മീഡിയം ഏതാ? നമ്മളുടെയൊക്കെ ഇൻ്റർനെറ്റ് കേബിൾ, മറ്റേ ടെലിഫോൺ ലൈൻ, ഇതൊക്കെ വലിക്കുന്ന ലോക്കൽ ഏരിയ നെറ്റുകൾ കൊയാക്സിയൽ കേബിൾ. മോഡേൺ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റിനൊക്കെ നമ്മുടെ പലരുടെ വീട്ടിലും TVയും കാര്യങ്ങളും ഇതൊക്കെ എന്തിലേക്ക് മാറിയിട്ടുണ്ടാവും? ഫൈബറിലേക്ക് മാറിയിട്ടുണ്ടാവും. മോഡേൺ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ആരാണ്? ഹൈ ലെവലായിരിക്കും, അതായത് സ്പീഡ് കൂടുതലായിരിക്കും. നെറ്റൊക്കെ നമ്മളെന്ത് മാറ്റിയിട്ടുണ്ട്? ഫൈബറിലേക്ക് മാറിയിട്ടുണ്ടാവും പലയിടത്തും. ഓക്കെ, ക്ലിയർ. ഈ ടോപ്പോളജിയിലായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ടോപ്പോളജി റിക്വയർസ് എ മൾട്ടി പോയിൻറ്റ് കണക്ഷൻ. മൾട്ടി പോയിൻ്റ് ഉണ്ട്, പോയിൻ്റ് ഉണ്ട്. മൾട്ടി പോയിൻ്റ് ഉണ്ട്, പോയിൻ്റ്. ടോപ്പോളജി റിക്വയർസ് മൾട്ടി പോയിൻറ്റ് കണക്ഷനാണ്. ബസ്സാണ്. ബസ് ടോപ്പോളജി ഇങ്ങനെ ഉണ്ടാവും. അതാണ് ഇവിടെ ഇങ്ങനെ സിംഗിൾ ഒരു ലൈൻ ഉണ്ടാവും, അതിന് അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും പല ഡിവൈസുകൾ. സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ലിങ്ക്, അതിനാണ് മൾട്ടി പോയിൻ്റ് എന്ന് പറയാം. മറ്റേത് .2, അതായത് എവരി നോഡ് എല്ലാത്തിലും കണക്ഷൻ. ഇപ്പോൾ ഒരു സ്റ്റാർ എടുക്കുക. സ്റ്റാർ ഇങ്ങനെയല്ലേ വരിക? ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു നോഡുണ്ട്, ഇവിടെ. ഈ നോഡിൽ നിന്ന് ഇതിൻ്റെ എല്ലാ നോഡിലേക്ക് കണക്ഷൻ ഉണ്ട്. ഈ നോഡിൽ നിന്ന് ഇപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പോകണം. ഓക്കെ, ഈ നോഡിൽ നിന്ന് എനിക്ക് പോകേണ്ടത് ഇങ്ങോട്ടാണ്. അപ്പോൾ ഞാൻ എങ്ങനെ പോകണമെന്നറിയോ? ഇങ്ങനെ പോയി എത്തൂലേ? ഏത് നോഡിൽ നിന്ന് മറ്റൊരു നോഡിലേക്ക് നമുക്ക് കണക്ഷൻ ഒന്ന് പോകാം. അടുത്തത് റിങ് നോക്കുകയാണെങ്കിലും ഒരു നോഡിൽ നിന്ന് മറ്റേ നോഡിലേക്ക് എന്തുണ്ട്? കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ റിങ് ഇപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ഇങ്ങോട്ടാണ് വരുന്നത്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരണം, ഇവിടേക്ക് വരണം. ഞാൻ ഇങ്ങനെ പോയി ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഇങ്ങനെ വരാം. അപ്പോൾ അതിൽ ആ റിങ് എങ്ങനെയാണ് പോകുന്നത് നോക്കുക? സർക്കുലർ ആണോ, അതായത് ക്ലോക്ക് വൈസ് ആണോ, ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ, അതിൻ്റെത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ബാക്കിയൊക്കെ പോയിൻ്റ് ടു പോയിൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഇനി ഡാറ്റാബേസിൻ്റെ വ്യൂ ആയിട്ട് ബന്ധപ്പെട്ടത്. ടോട്ടൽ ഡാറ്റാബേസ് കണ്ടൻറ്റ് എല്ലാത്തിനും വരുന്ന അതിന് പറയുന്ന പേരെന്താ? ആ ഒരു വ്യൂവിന് പറയുന്നത് കോൺസെപ്ഷ്യൽ വ്യൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് സ്റ്റോർസ് ഡാറ്റ ഇൻ 2-dimensional tables? 2-dimensional ടേബിളായിട്ട് എന്താ സ്റ്റോർ ചെയ്യുന്നത്? ഡാറ്റാബേസ് SQL ഒക്കെ പഠിച്ചില്ലേ? റിലേഷണൽ ഡാറ്റാബേസ് RDBMS, റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഓർഗനൈസ് ഡാറ്റ ഇൻ ടേബിൾസ്, റോസും കോളുമായിട്ട് എന്ത് ചെയ്യുന്നു? ഓർഗനൈസ് ചെയ്യുന്നു. ഏതൊക്കെയാണ്? MySQL ഉണ്ട്, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. NoSQLൻ്റെ
ഉദാഹരണം ആയത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ എന്തുണ്ട് മാംഗോ ഡി ബി ഉണ്ട്, മോങ്കോ ഡി ബി. ഇവിടെ എന്താ MySQL വരും, ഒറാക്കിൾ വരും, PostgreSQL വരും. ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. ഓക്കെ, കീ ടു റെപ്രസെൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടേബിൾസ് ഈസ് കോൾഡ്. കീ ടു റെപ്രസെൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടേബിൾസ് ഈസ് കോൾഡ്. രണ്ട് ടേബിളുകൾ തമ്മിലുള്ള റിലേഷൻ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കീ ഏതാണ്? ഈ ഒരു ടേബിളിനെ യുണീക്ക് ആക്കുന്ന ഒരു കീ എന്ന് പറയുന്നത് എന്താ? കീ എന്ന് പറഞ്ഞാൽ പ്രൈമറി കീയാണ്. ഈ ഒരു ടേബിളിനെ യുണീക്ക് ആക്കുന്നത് എന്താ? അതും പ്രൈമറി കീയാണ്. അത് വെച്ചിട്ട് പ്രൈമറി കീ ആണ് ഉത്തരം. ഒരു ടേബിളിലെ പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ മറ്റൊരു ടേബിളിൽ, അതായത് ഈ ഒരു ടേബിളിൽ ഞാൻ ഈ ഒരു ടേബിളിനെ, മനസ്സിലായില്ല, അതായത് ഒരു ടേബിളുണ്ട് ഇവിടെ, ഒരു ടേബിൾ ഇവിടെയുണ്ട്. അപ്പോൾ ഫസ്റ്റുള്ള ഈ ടേബിളിനെ കുറിച്ചുള്ളൊരു കാര്യം പറയാൻ പോവാം. അതായത് ഈ ടേബിളിൽ നോക്ക്, സെക്കൻഡ് ടേബിളിലുള്ള ഒരാളെ പോലെയുള്ള ഒരാൾ ഈ ടേബിൾ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടേബിളിനെ റിലേഷൻ അല്ലെങ്കിൽ റിലേറ്റ് ചെയ്ത് പറയണമെങ്കിൽ ഇവിടെ ഒരു പ്രൈമറി കീ ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു പ്രൈമറി കീ ഉണ്ട്. പക്ഷേ ഈ പ്രൈമറി കീ, അതായത് സെക്കൻഡത്തെ പ്രൈമറി കീ ഇതിലെന്താ പറയുക? മറ്റൊരു ടേബിളിലെ പ്രൈമറി കീനെ നമ്മൾ എന്താ പറയുക? ഫോറിൻ കീ. അത്ര ഉദ്ദേശിച്ചുള്ളൂ, വലിയ തല ഇറങ്ങി ചിന്തിക്കൊന്നും വേണ്ട, ഫോറിൻ കീ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, രണ്ട് ടേബിളിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ റിലേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ദ ഡാറ്റാബേസ് സ്കീമ ഈസ് റിട്ടൺ ഇൻ DDL. എന്താണ്? ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. എന്താണ്? ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ക്രിയേറ്റ്, അൾട്ടർ, ഡ്രോപ്പ് ഒക്കെ അതാണ് DML വരാണ്. സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ് ഇതായിട്ട് ബന്ധപ്പെട്ട് പഠിക്കണേ. ക്രിയേറ്റ്, അൾട്ടർ, ഡ്രോപ്പ് DDL ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിൽ വരുന്നതാണ്. DML സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ് ഇതൊക്കെ എന്താണ്? DML വരുന്നതാണ്. ഓക്കെ, വിച്ച് ഫോം ഹാവ് റിലേഷണൽ കണ്ടിന്യൂസ് ഇൻഫർമേഷൻ അബൌട്ട് സിംഗിൾ എൻറ്റിറ്റി? വിച്ച് ഫോം ഹാവ് റിലേഷണൽ കണ്ടിന്യൂസ് ഇൻഫർമേഷൻ അബൌട്ട് സിംഗിൾ എൻറ്റിറ്റി? അത് 3NF ആണ്. 1NF, 2NF, 3NFനൊക്കെ എല്ലാ സാധനവും നമ്മൾ വരും ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട് കേട്ടോ. ഓരോന്നിൻ്റെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. പാർഷ്യലി ഡിപ്പെൻഡൻസിനെ കുറിച്ച് റെപ്രസെൻ്റ് ചെയ്താണ്, അതൊക്കെ ഉണ്ട്. എവരി നോൺ കീ ഡിപ്പെൻഡ് ഓൺലി പ്രൈമറി കീ, അതൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കാം, അതൊക്കെ നമുക്ക് വരും ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഔട്ട്പുട്ട് ഫുൾ ആഡർ സർക്യൂട്ട്? നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഫുൾ ആഡർ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ഫുൾ ആഡർ സർക്യൂട്ട് ഉണ്ട്, ഹാഫ് ആഡർ സർക്യൂട്ട്. ക്വസ്റ്റ്യൻ മാത്രം പറഞ്ഞാൽ ഏതാണെന്നൊന്നും പറയണ്ട. ഒരു ഫുൾ ആഡർ സർക്യൂട്ട് ആണെങ്കിൽ അതിൻ്റെ ഇൻപുട്ടിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 3 ആയിരിക്കും, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇനി 3, 2 എന്തൊക്കെയാണ് പറഞ്ഞാൽ, ഇൻപുട്ടുകൾ എന്ന് പറഞ്ഞാൽ ഓപ്പറൻറ്റ് ഒരു A ഓപ്പറേഷൻ ഉണ്ടാവും, ഒരു B ഓപ്പറേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ക്യാരി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടാവും. അതാണ് ക്യാരി, അതായത് തൊട്ട് മുന്നത്തെ ഓപ്പറേഷൻ്റെ ബാലൻസ് ഉള്ള ആളായിട്ടും ക്യാരി. ഇനി ഔട്ട്പുട്ടായിട്ട് വരിക ഈ ഫസ്റ്റ് ഓപ്പറേഷൻ A ഓപ്പറേഷൻ B ഓപ്പറേഷൻ ഉണ്ട്, അതിൻ്റെ സമ്മ്, അതുപോലെ തന്നെ ക്യാരി ആയിരിക്കും ഔട്ട്പുട്ട്. അങ്ങനെ 2 ഔട്ട്പുട്ടാണ് ഉണ്ടാവുക ഫുള്ളിൻ്റെ കേസിൽ. ഇനി ഇതിൻ്റെ തന്നെ ഹാഫ് ആണെങ്കിൽ അതിൽ 2,2 എന്ന് ആലോചിച്ചാൽ മതി. എന്താണ്? 2 ഇൻപുട്ടും ഉണ്ടാവും, 2 ഔട്ട്പുട്ടും ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചത്? ഒരു ഫുൾ ആഡർ ഫംഗ്ഷനിൽ നമ്പർ ഓഫ് ഔട്ട്പുട്ടേ ചോദിച്ചിട്ടുള്ളൂ, അത് 2 ആണ്. സം ഔട്ട്പുട്ടും ക്യാരി ഔട്ട്പുട്ടും ഉണ്ടാവും. ഓക്കെ, ഇൻപുട്ടാണ് ചോദിച്ചെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? 3 എണ്ണമാണ്. ഓക്കെ, ക്ലിയർ. ഫൈൻഡ് ഔട്ട് ദ റിസൾട്ട് ഓഫ് ദി ബൈനറി അഡീഷൻ ആണ്. ഇങ്ങനെ കണ്ടുപിടിക്കുക. നമ്മളെ ട്രിക്ക് എന്താ? അതിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതിയാൽ മതി. എന്ത് എഴുതണം? 1, 2, 4, 8. 1, 2, 4, 8. ഇനി ഇവിടെ നോക്ക്, 1, 2, 4, 8 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ 0, 0, 0. അപ്പോൾ 4, 2, 6 അല്ലേ? 6. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ 6 പ്ലസ്. ഇതറിയാത്തവരൊക്കെ മുന്നത്തെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനുള്ള പാർട്ട് 1, പാർട്ട് 2, 7 പാർട്ടായിട്ടുള്ള വീഡിയോകളുണ്ട്, അതിൽ നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഒന്നുമില്ല, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതി കണ്ടുപിടിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇനി ഇവിടെ എത്ര റീഡ് ചെയ്യും? ഇവിടെ 1 അല്ലേ? 1ൻ്റെ നേരെ ഉണ്ട്, അപ്പോൾ 1. 0ൻ്റെ നേരെ ഇല്ല, അടുത്തത്. അപ്പോൾ 4, 1, 5. അപ്പോൾ നോക്ക്, 6, 5 കൂട്ടി എത്ര? 11. അപ്പോൾ 11നെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏതാ? താഴെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 11നെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതാണ്. അതെങ്ങനെ നോക്കുക? അതും ഇതേപോലെ തന്നെ നോക്കിയാൽ മതി. 1, 2, 4, 8.
11 റെപ്രസെൻറ്റ്, 6×11. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. സൈഡിൽ പറഞ്ഞ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കണേ. എ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് എ ടൂഗിൾ മോഡ്. ടൂഗിൾ മോഡിലുള്ളപ്പോൾ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ജെൻ്റെ വാല്യൂ എന്താ, കെൻ്റെ വാല്യൂ എന്താ, എന്താണ്, ഇതാണ്. അപ്പോൾ ഇതാണെന്ന് പറയാണ്ട് ബാക്കി എല്ലാത്തിൻ്റെയും വാല്യൂ ഓർത്തിക്കുക. 1 1 1, അതായത് ജെക്ക് 1 കെക്ക് 1 വന്നു കഴിഞ്ഞാൽ അത് ടോഗിൾ മോഡ്. 1 0 ആണെങ്കിൽ സെറ്റ്, 0 1 റീസെറ്റ്, 0 0 നോ ചേഞ്ച്. ഓർത്ത് വയ്ക്കുക. പലപ്പോഴും പല ഇതിലും ചോദിച്ചിട്ടുള്ളതാണ്. ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ടോഗിൾ മോഡ് എന്ന് പറഞ്ഞാൽ k = 1 j = 1 ആണ്. ഇനി 1 0 ആണ് വരുന്നതെങ്കിൽ അത് സെറ്റാണ്. 0 1 എന്ന് പറഞ്ഞാൽ ജെക്കാണ്, ജെക്ക് 0 കെക്ക് 1 എന്ന് പറഞ്ഞാൽ റീസെറ്റാണ്. 0 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേതാ, നോ ചേഞ്ച് ആണ്. One of the following addressing node is not possible in 8085. 8085 എന്ന് പറഞ്ഞ ഒരു ഓൾഡർ മൈക്രോ പ്രോസസ്സറാണ് കേട്ടോ. ഇത് ഇൻഡെക്സ്ഡ് അഡ്രസ്സിങ് ആണ്. ക്ലിയർ? ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഇൻറ്റേർണൽ സോർട്ട്? ഇൻറ്റേർണൽ സോർട്ട് അല്ലാത്തത് ഏതാ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഇൻറ്റേർണൽ സോർട്ട്? മെർജ് സോർട്ട്. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കണേ. When new data are to be inserted into data structure but there is not available space, the situation is called. ഓക്കെ, പറഞ്ഞുതരാം. ഒരു ഡാറ്റ സ്പേസ് ഉണ്ട്, അതിലേക്ക് ഞാൻ പുതിയൊരു ഡാറ്റ ആഡ് ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് അവിടെ സ്പേസ് ഇല്ല, അതായത് ഇങ്ങനെ നടന്നിരിക്കുകയാണ്. ഈ ബക്കറ്റ് നിറച്ചും വെള്ളമാണ്. വീണ്ടും ഞാനൊരു ബക്കറ്റ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചാൽ, അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചാൽ എന്താ ചെയ്യുക? അതെന്ത് പോവും? പുറത്തേക്ക് പോവും. അതിനെന്താ പറയുക? ഓവർഫ്ലോ. എന്താണ് ചോദ്യം? എന്താ? ദ ഡാറ്റ ആർ ഇൻസേർട്ടഡ് ഇൻ ടു എ ഡാറ്റ സ്ട്രക്ചർ. ഡാറ്റ സ്ട്രക്ചറിൽ ഇൻസേർട്ട് ചെയ്യാൻ സമയത്ത് നേരത്തെ അവിടെ എന്തില്ല? അവൈലബിൾ സ്പേസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷന് പറയുന്ന പേരാണ് എന്ത്? ഓവർഫ്ലോ എന്ന് പറയുന്നത്. ആ കണ്ടീഷന് പറയുന്ന പേരാണ് ഓവർഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. അടുത്ത, ബാങ്കേഴ്സ് അൽഗോരിതം ഫോർ റിസോഴ്സ് അലോക്കേഷൻ ഡീൽസ് വിത്ത് വാട്ട്? ഡെഡ്ലോക്ക് അവോയ്ഡൻസ്. അടുത്തൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ആ 2 ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. അത് നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇതിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത എന്താ? വാട്ട് ഈസ് ബൂട്ട് സ്ട്രാപ്പിംഗ് ഈസ് കോൾഡ്? ബൂട്ട് സ്ട്രാപ്പിനെ പറയുന്ന മറ്റേ പേര് കോൾഡ് ബൂട്ടാണെന്ന്. കോൾഡ് ബൂട്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡസ് നോട്ട് ഇൻറ്ററപ്റ്റ് ദ റണ്ണിങ് പ്രോസസ്സിനെ ഇൻറ്ററപ്റ്റ് ചെയ്യാത്തത് എന്താ? ഷെഡ്യൂളർ പ്രോസസ്സാണ്. ഓക്കെ. ഈ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്തതിലേക്ക് വരാം. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത 56ാമത്തെ ക്വസ്റ്റ്യനാണ്. 56 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തോ? ഇല്ലല്ലോ. ഈ ഒരു സെക്ഷനിൽ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ട് 6, ഇവിടെ 14 കഴിഞ്ഞിട്ട് 14 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അല്ലേ 15, 16, 17, 18, 19 ക്വസ്റ്റ്യൻ പേപ്പർ. അതിൻ്റെ ഇടയ്ക്ക് മാത്സും ക്വസ്റ്റ്യൻസൊക്കെ കയറി വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ. നോക്കാം. ഒരു 40 to 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്താണ് ടൈപ്പ് കാസ്റ്റ് ഈസ് ആക്സെപ്റ്റഡ് ബൈ സി ലാംഗ്വേജ് അക്സെപ്റ്റ് ചെയ്യുന്ന ഏതാണ്? എൻഡ്യൂറിങ് കൺവെർസേഷൻ, ആരോ കൺവെർസേഷൻ, രണ്ടിലും ഉണ്ടല്ലോ. വൈഡനിങ് കൺവെർസേഷനും ലാംഗ്വേജ്. ഓക്കെ, ഇൻ സി ലാംഗ്വേജിൽ ഫയൽ ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഫയൽ എന്ന് പറയുന്നത് ഏത് ഡാറ്റ ടൈപ്പിൽ വരുന്നതാണ്? സ്ട്രക്റ്റിൽ വരുന്നതാണ്. വാട്ട് വിൽ ബി ദ ഫൈനൽ വാല്യൂ ഓഫ് എക്സ് ഇൻ ദ ഫോളോയിങ് സി കോഡ്? ഈ സി കോഡിലെ ഫൈനൽ വാല്യൂ എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. നോക്കാം. പ്രിസീഡൻസ് അല്ലെങ്കിൽ നമ്മുടെ ബോർഡ് മാസ് റൂളൊക്കെ പോലെ CS ഓരോ ഓപ്പറേഷനും നമ്മൾ എന്ത് എടുത്തിട്ടുണ്ട്? വെയിറ്റേജ് ഉണ്ട്. അതായത് ആദ്യം ചെയ്യേണ്ടത് എന്ത്? നമ്മൾ സാധനത്തൊക്കെ ജനറലായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നോക്കാം. എന്താണ്? 5 × 9 ഹരിക്കണം 3 + 9 അല്ലേ? ആദ്യം നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഡിവിഷനാണ് ചെയ്യുള്ളൂ. അപ്പോൾ എന്ത് വരും? 5 ×
5 ഇൻറ്റു ഡിവിഷൻ ചെയ്യും 9 ആയിരിക്കണം 3 എത്രയാണ് 3 പ്ലസ് 9. അങ്ങനെയാണെങ്കിൽ ഈ ഇൻറ്റു ആണ് നമ്മൾ പിന്നെ ചെയ്യില്ല. 5 3 15 പ്ലസ് 9 ഈക്വൽ ടു എത്ര വരും 24. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ 16-bit കമ്പൈലർ അലവബിൾ റേഞ്ച് ഫ്രം ഇൻറ്റീജർ കോൺസ്റ്റൻസ്? അതൊക്കെ നോക്കുക, അതൊക്കെ അങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? പ്രിൻറ്റ് %d a++. നമ്മൾ കുറേ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. a++ ഉണ്ട്, ++a ഉണ്ട്. എന്താണ് a++ ആണ് കൊടുത്തതെങ്കിൽ ആദ്യം എൻ്റെ വാല്യൂ അതേപോലെ എക്സിക്യൂട്ട് ചെയ്യും, അടുത്തതിലേക്ക് എന്ത് ചെയ്യുക ഇൻക്രിമെൻറ്റ് ചെയ്യുക. ++a ആയിരുന്നെങ്കിലോ ആദ്യം ഇൻക്രിമെൻറ്റ് നടക്കും, വീണ്ടും അതിനുശേഷം ആയിരിക്കും വാല്യൂ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ് ദ കറൻറ്റ് വാല്യൂ ഓഫ് എക്ക് എന്താ വരിക കറൻറ്റ് വാല്യൂ ആയിരിക്കും. വാല്യൂ a+1 ആവോ? ഇല്ല, അത് ++aയിൽ അങ്ങനെ ആവുള്ളൂ. ഓക്കെ, ഇഫ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എൻ എസ്റ്റിമേറ്റർ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് റെപ്രസെൻറ്റേറ്റീവ് പാരാമീറ്റർ തന്നെ ഇതിന് എന്താ വിളിക്കുക? അൺബയാസ്ഡ് ആണ്. അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ. ഓക്കെ, ക്ലിയർ. ഓക്കെ അതതിൻ്റെ മാത്സ് പാർട്ടാണ്, അവിടെ നോക്കണ്ട. വിച്ച് ഓഫ് ദ ഫുൾ ഫോം ഓഫ് PROM? ഇവിടെ PROM നമ്മൾ പഠിക്കും, പിന്നെ EEPROM പഠിക്കും, EEPROM പഠിക്കും. PROM എന്താണ്? റോം എന്താ? റീഡ് ഓൺലി മെമ്മറി അല്ലേ? റീഡ് ഓൺലി മെമ്മറി അതാർക്കും അറിയത്തില്ലല്ലോ. PROM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ്. ഈ വരുമ്പോൾ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഈ എന്ന് വരുമ്പോൾ അതിന് മുന്നേ വരുമ്പോൾ ഇലക്ട്രോണിക്കലി ആണ്. ഇലക്ട്രോണിക്കലി ഉണ്ട്, ഇലക്ട്രിക്കലി ഉണ്ട്. അതെന്താണെന്നുള്ളത് നമ്മൾ അവിടെ പഠിക്കാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കലി ആണ്. ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ് EEPROM എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളൂ? PROM എന്താണ്? പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫുൾ ഫോം. ഓക്കെ, ക്ലിയർ. പ്രോഗ്രാം റീഡ് ഔട്ട്പുട്ട് മെമ്മറി എന്താണ്? ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്, അനലോഗ് ഇമേജ് പ്രോസസ്സിങ്ങും രണ്ടുമാണ്, ബോത്ത് A and B. 1 nibble ഈസ് ഈക്വൽ ടു ഡാഷ് ബിറ്റ്. ഒരു നിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണേ, ഒരു ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എഴുതിയിട്ടുണ്ട്. ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ്. ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ്. ഇനി 4 ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായി? ഹാഫ് എ ബൈറ്റായി. അതിനാണ് എന്ത് പറയുന്നത്? ഒരു നിബിൾ എന്ന് പറയുന്നത്. 4 ബിറ്റാണ് ഒരു നിബിൾ എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പോപ്പുലർ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം? പോപ്പുലർ RDBMS എന്താണെന്നാണ് ചോദിച്ചത്. പോപ്പുലർ RDBMS. MySQL, C++, ജാവ, പൈത്തൺ. നേരത്തെ എക്സാമ്പിൾ കുറേ നമ്മൾ എഴുതിയതാണ്, MySQL ആണ്. ഇൻ കമ്പ്യൂട്ടർ സയൻസ് വാട്ട് ഡസ് ദ ടേം അൽഗോരിതം റെഫേഴ്സ് ടു? എന്താണ് അൽഗോരിതം പറയുന്നത്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിന് നമ്മളെന്ത് പറയും? അല്ലെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ സെറ്റിന് എന്ത് പറയും? ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ചെയ്യുന്ന ഒരു എക്സിക്യൂഷൻ, ഒരു മെത്തേഡിന് പറയുന്ന പേരാണെന്ത്? അൽഗോരിതം എന്ന് പറയുന്നത്. ഫ്ലോ ചാർട്ടിൻ്റെ അതിൻ്റെ എന്താണ്? പിക്ചറിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അൽഗോരിതത്തിൻ്റെ പിക്ചറിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഫ്ലോ ചാർട്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അത് കൊടുത്തില്ല. ഏതാ? സ്പെസിഫിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണോ? അല്ല. ടൈപ്പ് ഓഫ് ഡാറ്റ സ്റ്റോറേജ് ആണോ? അല്ല. ദ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടു ബി സോൾവ് പ്രോഗ്രാം അതാവാം. നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ, അത് കൂട്ടത്തിൽ ഉള്ള എക്സാമ്പിൾ ഏതാണ് നമുക്ക് പറയാൻ പറ്റുക? സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടു സോൾവ് എ പ്രോബ്ലം, അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ് അൽഗോരിതം. സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നില്ല. അങ്ങനെ വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് പ്രോക്സി സെർവർ ഇൻ എ കമ്പ്യൂട്ടർ? ഒരു കമ്പ്യൂട്ടറിലെ പ്രോക്സി സെർവറിൻ്റെ പ്രൈമറി ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? എൻഹാൻസ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി. എന്ത് ചെയ്യും? എൻഹാൻസ് ചെയ്യും. ഓക്കെ, ക്ലിയർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു സെറ്റ്. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വീണ്ടും ഉണ്ട്, കുറേ നമുക്ക് ചെയ്യാണ്ട്. അടുത്ത പാർട്ടിലായിട്ട് ചെയ്യാം. അപ്പോൾ ഇതുവരെ ഇന്നെടുത്തതൊക്കെ പഠിക്കുക, നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നോക്കുക, പഠിക്കുക. അതിൻ്റെ മുന്നത്തെ പാർട്ട് നോക്കുക കേട്ടോ.
ഇതിന് മുന്നത്തെ പാർട്ടിലായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഓക്കെ, താങ്ക് യു.